സാർ എനിക്ക് ഉം, 2-3 ആഴ്ചയായിട്ട് ഭയങ്കര ഉപ്പൂറ്റി വേദനയാ. ഉം, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നോണ്ടാണോ ഇങ്ങനെ ഉപ്പൂറ്റി വേദന വരുന്നത്? ഉം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? ഉപ്പൂറ്റുവേദന എന്ന് പറഞ്ഞാലേ നമുക്കിപ്പം ഒരു ദിവസം നമ്മുടെ ഒ പിയിൽ എത്ര പേരാണെന്നറിയോ ഈ ഉപ്പൂറ്റുവേദന എന്ന് പറഞ്ഞു വരുന്നത്. അത്രയും കോമൺ ആയിട്ട് വരികയാണ് ഇപ്പോൾ ഈ ഉപ്പൂറ്റുവേദന എന്ന് പറഞ്ഞ അസുഖം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈവൻ നമ്മുടെ രോഗികൾ വരെ വന്നിട്ട് പറയുന്നത് ഡോക്ടറെ എനിക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആണെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. നമ്മുടെ പ്ലാന്റാർ ഫേഷ്യയിൽ വരുന്ന നീർക്കെട്ട് അതാണ് എല്ലാവരുടെയും ഒരു കരുതൽ. കാരണം നമ്മൾ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആയിരിക്കും എൻ്റെ ഉപ്പൂറ്റുവേദനയ്ക്ക് കാരണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉപ്പൂറ്റുവേദന സംഭവിക്കും. നമുക്ക് ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നട്ടെല്ലിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട്, ഇതിലെല്ലാത്തിലും ഉപ്പൂറ്റുവേദന വരും. അക്കിലീസ് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. കാലിൻ്റെ പുറകിലെ ആ ടെൻഡൻ ഇല്ലേ, നമുക്ക് അതിനകത്ത് നീര് വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷനിൽ നമുക്ക് ഈ ഉപ്പൂറ്റുവേദന എന്ന് പറയുന്ന ഒരു ലക്ഷണമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഉപ്പൂറ്റുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കാണ്ട് അതിൻ്റെ കാരണം കണ്ടെത്തുക. ചിലപ്പോൾ നട്ടെല്ലിൻ്റെ L5S1 ഡിസ്ക് ആയിരിക്കും നമുക്ക് കാരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി ചികിത്സിച്ചാലേ നമ്മുടെ ഉപ്പൂറ്റുവേദന മാറുകയുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെരുപ്പ് മാറ്റണം. ഹീലുള്ള ചെരുപ്പാണെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റി MCR ചപ്പൽസ് പോലെയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇടുക. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ കാല് 5 മിനിറ്റ് മുക്കി വയ്ക്കുക, തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക, സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക. ഇതൊന്നും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുക്കുക. മനസ്സിലായോ? സർജറി വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഉപ്പൂറ്റുവേദന എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പൂറ്റുവേദന കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്.